തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 20-ാം അധ്യായം. ഇസ്രായേലിൻ്റെ അവിശ്വസ്തത. 7-ാം വർഷം 5-ാം മാസം 10-ാം ദിവസം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ കർത്താവിൻ്റെ ഹിതം ആരായാൻ എൻ്റെ മുൻപിൽ വന്നു. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് പറയുക, ദൈവമായ കർത്താവ് അവരോട് അരുളിച്ചെയ്യുന്നു, എൻ്റെ ഹിതം ആരായാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാനാണേ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ അവരെ വിധിക്കുകയില്ലേ? മനുഷ്യപുത്ര, നീ അവരെ വിധിക്കുകയില്ലേ? അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകൾ നീ അവരെ അറിയിക്കുക. നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത ദിവസം യാക്കോബ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വച്ച് ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി. ഞാൻ അവർക്കായി കണ്ടുവച്ചതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെയും കാൾ ശ്രേഷ്ഠവുമായ ഈ ദേശത്തേക്ക് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അന്ന് ഞാൻ ശപഥം ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളിൽ ആരും അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്നാൽ അവർ എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആരും തങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന മ്ലേച്ഛ വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല. ഈജിപ്തിലെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല. ഈജിപ്തിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും എൻ്റെ കോപം അവരിൽ പ്രയോഗിച്ചു തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു. എങ്കിലും ആരുടെ ഇടയിൽ അവർ കഴിഞ്ഞുകൂടിയോ, ആരുടെ മധ്യത്തിൽ വെച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ തന്നെ വെളിപ്പെടുത്തിയോ, ആ ജനതയുടെ മുമ്പിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മരുഭൂമിയിലെത്തിച്ചു. എൻ്റെ കൽപ്പനകൾ ഞാൻ അവർക്ക് നൽകുകയും എൻ്റെ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു. അവ അനുഷ്ഠിക്കുന്നവൻ ജീവിക്കും. തങ്ങളെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് അവർ അറിയാൻ വേണ്ടി അവർക്കും എനിക്കുമിടയിൽ അടയാളമായി എൻ്റെ സാബത്തുകളും ഞാൻ അവർക്ക് നൽകി. എങ്കിലും ഇസ്രായേൽ ഭവനം മരുഭൂമിയിൽ വച്ച് എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിന് മനുഷ്യർ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ അവർ ഉപേക്ഷിച്ചു. എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ വച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു. എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. ഞാൻ അവർക്ക് നൽകിയിരുന്നതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളേക്കാൾ ശ്രേഷ്ഠവുമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് മരുഭൂമിയിൽ വച്ച് ഞാൻ അവരോട് ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. എന്നിട്ടും ഞാൻ അവരെ കാരുണ്യപൂർവ്വം വീക്ഷിച്ചു. ഞാൻ അവരെ നശിപ്പിക്കുകയോ
മരുഭൂമിയിൽ വച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല. മരുഭൂമിയിൽ വച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ അരുത്. അവർ പൂജിച്ച വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരു അടയാളമായി എൻ്റെ സാബത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക. എന്നാൽ അവരുടെ മക്കളും എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധ വച്ചില്ല. അവർ എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കി. മരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും അവരുടെ മേൽ എൻ്റെ കോപം പ്രയോഗിച്ചു തീർക്കണമെന്നും ഞാൻ വിചാരിച്ചു. എന്നിട്ടും ഞാൻ കരം ഉയർത്തിയില്ല. ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അവരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചു കളയുമെന്നും മരുഭൂമിയിൽ വച്ച് അവരോട് ഞാൻ ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല. അവർ എൻ്റെ കൽപ്പനകൾ നിരാകരിക്കുകയും എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണുറപ്പിച്ചിരുന്നു. തന്മൂലം ഞാൻ അവർക്ക് ദോഷകരമായ കൽപ്പനകളും ജീവൻ നേടാൻ ഉതകാത്ത പ്രമാണങ്ങളും നൽകി. അവരുടെ ആദ്യജാതരെ ദഹനബലിയായി അർപ്പിക്കാൻ ഇടയാക്കിയത് വഴി ഞാൻ അവരെ അശുദ്ധരാക്കി. അവരെ ഭയപ്പെടുത്തുന്നതിനും അങ്ങനെ ഞാൻ തന്നെയാണ് കർത്താവെന്ന് അവർ അറിയുന്നതിനും വേണ്ടിയായിരുന്നു അത്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അവിശ്വസ്തമായി പെരുമാറിക്കൊണ്ട് എന്നെ വീണ്ടും നിന്ദിക്കുകയായിരുന്നു. ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ ഉയർന്ന മലയും തഴച്ച മരവും കണ്ടിടത്തെല്ലാം അവർ ബലിയർപ്പിച്ചു. അവരുടെ ബലി എന്നെ പ്രകോപിപ്പിച്ചു. അവിടെ അവർ സുഗന്ധധൂപമുയർത്തുകയും പാനീയ ബലി ഒഴുക്കുകയും ചെയ്തു. നിങ്ങൾ പോകുന്ന ആ പൂജാഗിരി എന്താണ് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഇന്നും ആ സ്ഥലം ബാമ എന്ന് വിളിക്കപ്പെടുന്നു. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും അവരുടെ മ്ലേച്ഛ വസ്തുക്കളുടെ പിന്നാലെ വഴിപിഴച്ചു പോവുകയും ചെയ്യുമോ? നിങ്ങൾ കാഴ്ചയർപ്പിക്കുമ്പോഴും പുത്രന്മാരെ ദഹനബലിയായി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹം മൂലം നിങ്ങളെ തന്നെ ഇന്നും അശുദ്ധരാക്കുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ജനതകളെപ്പോലെയും വിദേശീയ ഗോത്രങ്ങളെപ്പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാമെന്ന നിങ്ങളുടെ വിചാരം ഒരിക്കലും നിറവേറുകയില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും. ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ജനതകൾക്കിടയിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വച്ച് മുഖാഭിമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്തിലെ മരുഭൂമിയിൽ വച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും. നിങ്ങളെ ഞാൻ വടിക്കീഴിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും. എന്നെ ധിക്കരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാട്ടുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. എന്നാൽ അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല.
ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഇസ്രായേൽ ഭവനമേ, ദൈവമായ കർത്താവ് നിങ്ങളോട് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊള്ളുക. എന്നാൽ ഇനിമേൽ നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും വഴി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കരുത്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഭവനം മുഴുവൻ ദേശത്തുള്ളവരെല്ലാം എൻ്റെ വിശുദ്ധ ഗിരിയിൽ ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ എന്നെ ആരാധിക്കും. അവിടെ അവരെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ കാഴ്ചകളും ആദ്യഫലങ്ങളും നേർച്ചകളും അവിടെ ഞാൻ ആവശ്യപ്പെടും. നിങ്ങൾ ചിതറിപ്പാർത്തിരുന്ന ദേശത്തു നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സുഗന്ധധൂപം പോലെ ഞാൻ സ്വീകരിക്കും. ജനതകൾ കാണുകെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്ത ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവൃത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും. നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകളോർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷിച്ച മാർഗങ്ങൾക്കും അനുസൃതമായിട്ടല്ല എൻ്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ദക്ഷിണദിക്കിലേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രഘോഷിക്കുക. നെഗബിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക. നെഗബിലെ വനത്തോട് പറയുക, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നിൽ തീ കൊളുത്തും. അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും. അഗ്നിജ്വാലകൾ അണയുകയില്ല. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും അതിൽ കരിയും. കർത്താവായ ഞാനാണ് അത് കൊളുത്തിയതെന്ന് എല്ലാ മർത്യരും അറിയും. അത് അണയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അവൻ കടങ്കഥക്കാരനല്ലേ എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു. എസെക്കിയേൽ 21 അധ്യായം. കർത്താവിൻ്റെ വാൾ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിന് നേരെ മുഖം തിരിച്ച് വിശുദ്ധ സ്ഥലങ്ങൾക്കെതിരായി പ്രഘോഷിക്കുക. ഇസ്രായേൽ ദേശത്തിനെതിരെ പ്രവചിക്കുക. ഇസ്രായേൽ ഭവനത്തോട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും. നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടിമാറ്റാനായി തന്നെയാണ് തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവർക്കുമെതിരായി ഞാൻ ഉറയിൽ നിന്ന് വാൾ ഊരുന്നത്. കർത്താവായ ഞാൻ ഉറയിൽ നിന്ന് വാൾ ഊരിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിയും. അത് ഇനിയൊരിക്കലും ഉറയിലിടുകയില്ല. മനുഷ്യപുത്ര, അവരുടെ മുമ്പിൽ കഠിന ദുഃഖത്തോടെ ഹൃദയം പൊട്ടുമാറ് നെടുവീർപ്പിടുക. നീ എന്തിനാണ് നെടുവീർപ്പിടുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക, ഒരു വാർത്ത നിമിത്തമാണ്. അത് ശ്രവിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും ഉരുകും, എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാ മനസ്സുകളും തളരും, എല്ലാ കാൽമുട്ടുകളും വിറയ്ക്കും. ഇതാ അത് വരുന്നു, അത് നിറവേറുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എനിക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഒരു വാൾ, തേച്ചു മിനുക്കി മൂർച്ച കൂട്ടിയ വാൾ. വധത്തിനായി അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു. ഇടിവാൾ പോലെ തിളങ്ങാൻ അത് മിനുക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉല്ലസിക്കാമെന്നോ? എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ മറ്റു തടികൾ കഷ്ണം പോലെ നിങ്ങൾ നിന്ദിച്ചു. ആകയാൽ ഉടനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അത് മിനുക്കാൻ കൊടുത്തിരിക്കുന്നു. സംഹാരകൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നീ ഉച്ചത്തിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുക. എന്തെന്നാൽ വാൾ എൻ്റെ ജനത്തിനും ഇസ്രായേലിലെ എല്ലാ പ്രഭുക്കന്മാർക്കും എതിരായി പ്രയോഗിക്കാനുള്ളതാണ്.
എൻ്റെ ജനത്തോടൊപ്പം പ്രഭുക്കന്മാരും വാളിനിരയാക്കപ്പെടും. ആകയാൽ നീ മാറത്തടിച്ചു കരയുക. നിങ്ങൾ ചെങ്കോലിന് നിന്ദിച്ചാൽ എന്തുണ്ടാകും? ഇതൊരു പരീക്ഷണമല്ല, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. മനുഷ്യപുത്ര, നീ പ്രവചിക്കുക, കൈകൊട്ടുക. സംഹാരഖണ്ഡം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ. അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണിത്. അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകർ നിബന്ധിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണത്. ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതും ആണ് അത്. ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക. ഞാനും കൈകൊട്ടും, എൻ്റെ ക്രോധത്തിന് തൃപ്തി വരുത്തും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവ് എന്നോട് വീണ്ടും അരുളിച്ചെയ്തു. മനുഷ്യപുത്ര, ബാബിലോൺ രാജാവിൻ്റെ വാൾ കടന്നു വരുന്നതിന് 2 വഴികൾ നീ അടയാളപ്പെടുത്തുക. ഒരു ദേശത്തു നിന്നു തന്നെ പുറപ്പെടണം. നഗരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് ഒരു ചൂണ്ടുപലക നാട്ടുക. അങ്ങനെ അമ്മോന്യരുടെ റബ്ബായിലേക്കും യൂദയായിലേക്കും കോട്ടകളാൽ സുരക്ഷിതമായ ജെറുസലേമിലേക്കും ആ വാൾ കടന്നു വരുന്നതിന് നീ വഴി അടയാളപ്പെടുത്തുക. എന്തെന്നാൽ ബാബിലോൺ രാജാവ് വഴിത്തിരിവിൽ ശകുനം നോക്കി നിൽക്കുന്നു. അവൻ അസ്ത്രങ്ങൾ ഇളക്കുകയും കുലദൈവങ്ങളോട് ഉപദേശം ആരായുകയും കരൾ നോട്ടം നടത്തുകയും ചെയ്യുന്നു. അവൻ്റെ വലം കൈയിൽ ജെറുസലേമിലേക്ക് എന്ന കുറി ലഭിച്ചു. കൂട്ടക്കൊലയ്ക്ക് ആജ്ഞ നൽകാനും പോർവിളി മുഴക്കാനും പ്രവേശന കവാടങ്ങളിൽ യന്ത്രമുട്ടി സ്ഥാപിക്കാനും മൺതിട്ടകൾ ഉയർത്താനും പ്രതിരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകുന്നതായിരുന്നു അത്. ജെറുസലേം നിവാസികൾക്ക് ഇത് നിർദ്ധകമായ ഒരു ശകുനമായി തോന്നും. അവർ സഖ്യത്തിലായിരുന്നല്ലോ. എന്നാൽ അവരെ പിടിച്ചടക്കാനായി ഇടവരുത്തിയ അവരുടെ അകൃത്യങ്ങൾ അവൻ അവരെ ഓർമ്മിപ്പിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പരസ്യമായ അതിക്രമങ്ങൾ നിമിത്തം നിങ്ങളുടെ അപരാധങ്ങൾ എന്നെ അനുസ്മരിപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും പാപം പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും നിങ്ങൾ എൻ്റെ ഓർമ്മയെ ഉണർത്തിയതുകൊണ്ടും നിങ്ങൾ പിടിക്കപ്പെടും. ദുഷ്ടനും അധർമ്മിയുമായ ഇസ്രായേൽ രാജാവേ, നിന്റെ ധനം, നിന്റെ അവസാന ശിക്ഷയുടെ ദിനം വരുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നിന്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക. ഇനി പഴയപടി തുടരുകയില്ല. താഴ്ന്നവൻ ഉയർത്തപ്പെടും, ഉയർന്നവൻ താഴ്ത്തപ്പെടും. നാശകൂമ്പാരം, ഞാൻ അതിനെ നാശകൂമ്പാരമാക്കും. യഥാർത്ഥ അവകാശി വരുന്നതുവരെ അതിൻ്റെ പൊടി പോലും അവശേഷിക്കുകയില്ല. അവന് ഞാൻ അത് നൽകും. മനുഷ്യപുത്ര, പ്രവചിക്കുക. അമ്മോന്യരെ പറ്റിയും അവരുടെ ധിക്കാരത്തെപ്പറ്റിയും ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. സംഹാരത്തിനായി ഒരു വാൾ ഊരിയിരിക്കുന്നു. മിന്നൽ പോലെ വെട്ടിത്തിളങ്ങാൻ അത് തേച്ചു മിനുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുന്ന ദുഷ്ടരായ അധർമ്മികളുടെ കഴുത്തിൽ ആ വാൾ വീശും. അവരുടെ ദിനം വന്നു കഴിഞ്ഞു. അവരുടെ അവസാന ശിക്ഷയുടെ സമയം. അത് ഉറയിലിടുക. നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത്, നിന്റെ ജന്മദേശത്ത് വച്ച് നിന്നെ ഞാൻ വിധിക്കും. നിന്റെ രോഷം ഞാൻ നിന്റെ മേൽ ചൊരിയും. എൻ്റെ ക്രോധാഗ്നി ജ്വാലകൾ നിന്റെ മേൽ വീശും. നിഷ്ഠൂരന്മാരായ സംഹാര വിദഗ്ധരുടെ കരങ്ങളിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നീ അഗ്നിക്കിരയാകും. നിന്റെ രക്തം ദേശത്തു കൂടെ ഒഴുകും. നിന്റെ സ്മരണ പോലും അവശേഷിക്കുകയില്ല. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. എസെക്കിയേലിൻ്റെ 22-ാം അധ്യായം. ജെറുസലേമിൻ്റെ അകൃത്യങ്ങൾ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു. മനുഷ്യപുത്ര, നീ വിധിക്കുകയില്ലേ? രക്തപങ്കിലമായി ഈ നഗരത്തെ നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവളുടെ മ്ലേച്ഛതകൾ അവളെ അറിയിക്കുക. നീ അവളോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. രക്തച്ചൊരിച്ചിൽ നടത്തി തൻ്റെ വിധിദിനം ആസന്നമാക്കുകയും
വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തന്നെത്താൻ അശുദ്ധിയാവുകയും ചെയ്യുന്ന നഗരമേ, നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റവാളിയായി തീർന്നിരിക്കുന്നു. നീ നിർമ്മിച്ച വിഗ്രഹങ്ങളാൽ നീ അശുദ്ധയായിരിക്കുന്നു. നിന്റെ ദിനം, നിന്റെ ആയുസ്സിൻ്റെ അവസാനം നീ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആകയാൽ ഞാൻ നിന്നെ ജനതകൾക്ക് നിന്ദാവിഷയവും എല്ലാ രാജ്യങ്ങൾക്കും പരിഹാസപാത്രവും ആക്കിയിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാവരും കുപ്രസിദ്ധിയും പ്രക്ഷുബ്ധവുമായ നിന്നെ അധിക്ഷേപിക്കും. ഇസ്രായേൽ രാജാക്കന്മാർ തങ്ങളുടെ ശക്തിക്കൊത്ത് നിന്നിൽ രക്തച്ചൊരിച്ചിൽ നടത്തി. നിന്നിൽ മാതാപിതാക്കന്മാർ നിന്ദിക്കപ്പെട്ടു, പരദേശികൾ കൊള്ളയടിക്കപ്പെട്ടു, അനാഥരും വിധവകളും ദ്രോഹിക്കപ്പെട്ടു. നീ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ നിന്ദിച്ചു, എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കി. രക്തച്ചൊരിച്ചിലിന് ഇടവരുത്തുന്ന അപവാദം പറഞ്ഞു നടക്കുന്നവരും പൂജാഗിരികളിൽ വച്ച് ഭുജിക്കുന്നവരും നിന്നിലുണ്ട്. നിന്റെ മധ്യേ ഭോഗാസക്തി നടമാടുന്നു. അവിടെ അവർ പിതാക്കന്മാരുടെ നഗ്നത അനാവരണം ചെയ്യുന്നു. ആർത്തവം കൊണ്ട് അശുദ്ധരായ സ്ത്രീകളെ സമീപിക്കുന്നു. നിന്നിൽ അയൽവാസിയുടെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരുമുണ്ട്. മരുമകളെ പ്രാപിച്ച് അശുദ്ധിയാക്കുന്നവരുമുണ്ട്. സ്വന്തം പിതാവിൽ നിന്ന് ജനിച്ച സഹോദരിയെ അശുദ്ധിയാക്കുന്നവരുമുണ്ട്. നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട്. നീ പലിശ വാങ്ങുകയും ലാഭമുണ്ടാക്കുകയും അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നെ നീ വിസ്മരിച്ചിരിക്കുന്നു, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ആകയാൽ നീ നേടിയ കൊള്ളലാഭത്തെയും നീ ചൊരിഞ്ഞ രക്തത്തെയും പ്രതി ഞാൻ മുഷ്ടി ചുരുട്ടുന്നു. ഞാൻ നിന്നോടെതിരിടുമ്പോൾ നിന്റെ ധൈര്യം നിലനിൽക്കുമോ? നിന്റെ കരങ്ങൾ ബലവത്തായിരിക്കുമോ? കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ഞാനത് നിറവേറ്റുകയും ചെയ്യും. നിന്നെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചുകൊണ്ട് നിന്റെ അശുദ്ധി ഞാൻ തുടച്ചു മാറ്റും. ജനതകളുടെ മുമ്പിൽ നീ നിന്നെ തന്നെ മലിനയാക്കും. അപ്പോൾ ഞാനാണ് കർത്താവെന്ന് നീ അറിയും. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം മുഴുവനും എനിക്ക് ലോഹകിട്ടമായി തീർന്നിരിക്കുന്നു. അവർ വെള്ളിയും ഓടും വെളുത്തീയവും ഇരുമ്പും കാരീയവും ഉരുക്കിയ ചൂളയിലെ കിട്ടം പോലെ ആയിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുന്നതിന് കൊണ്ട് നിങ്ങളെ ഞാൻ ജെറുസലേമിൻ്റെ മധ്യേ ഒരുമിച്ച് കൂട്ടും. വെള്ളിയും ഓടും ഇരുമ്പും കാര്യവും വെളുത്തീയവും ചൂളയിൽ ഒരുമിച്ച് കൂട്ടി തീയൂതി ഉരുക്കുന്നത് പോലെ നിങ്ങളെയും ഞാൻ അവിടെ ഒരുമിച്ച് കൂട്ടി എൻ്റെ കോപത്തിലും ക്രോധത്തിലും ഉരുക്കും. നിങ്ങളെ ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ മേൽ എൻ്റെ കോപാഗ്നി ഞാൻ ചൊരിയും. അതിൽ നിങ്ങൾ ഉരുകും. ചൂളയിൽ വെള്ളി എന്ന പോലെ എൻ്റെ കോപാഗ്നിയിൽ നിങ്ങൾ ഉരുകും. കർത്താവായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, നീ അവളോട് പറയുക, ക്രോധത്തിൻ്റെ ദിനത്തിൽ വൃത്തിയാക്കപ്പെടാത്തതും മഴ പെയ്യാത്തതുമായ ഒരു ദേശമായിരിക്കും നീ. അവളുടെ മധ്യേ പ്രഭുക്കന്മാർ ഇരയെ ചിന്തിക്കീറി അലറുന്ന സിംഹത്തെ പോലെയാണ്. അവർ മനുഷ്യരെ വിഴുങ്ങുന്നു, സമ്പത്തും അമൂല്യ വസ്തുക്കളും കൈവശപ്പെടുത്തുന്നു. അവളുടെ മധ്യത്തിൽ അവർ പലരെയും വിധവകളാക്കുന്നു. അവളുടെ പുരോഹിതന്മാർ എൻ്റെ നിയമം ലംഘിക്കുന്നു. അവർ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല. നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല. എൻ്റെ സാബത്തുകൾ അവർ അവഗണിക്കുന്നു. തന്മൂലം അവരുടെ ഇടയിൽ ഞാൻ അപമാനിതനായിരിക്കുന്നു. അവളിലെ പ്രമാണികൾ ഇരയെ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളെ പോലെയാണ്. കൊള്ളലാഭമുണ്ടാക്കാൻ അവർ രക്തം ചൊരിയുകയും ജീവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവളുടെ പ്രവാചകന്മാർ കർത്താവ് സംസാരിക്കാതിരിക്കെ കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവരുടെ തെറ്റുകൾ മൂടിവയ്ക്കുന്നു. ദേശത്തെ ജനം പിടിച്ചുപറിക്കുകയും
കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അവർ ദരിദ്രരെയും അഗതികളെയും ഞെരുക്കുന്നു, പരദേശികളെയും അന്യായമായി പീഡിപ്പിക്കുന്നു. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ഞാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു, എൻ്റെ ക്രോധാഗ്നിയാൽ ഞാൻ അവരെ സംഹരിച്ചു. അവരുടെ പ്രവൃത്തിക്കുള്ള ശിക്ഷ ഞാൻ അവരുടെ തലയിൽ തന്നെ വരുത്തി. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എസെക്കിയേലിൻ്റെ 23-ാം അധ്യായം. 2 സഹോദരികൾ. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഒരമ്മയ്ക്ക് 2 പുത്രിമാരുണ്ടായിരുന്നു. അവർ ഈജിപ്തിൽ വച്ച് തങ്ങളുടെ യൗവനത്തിൽ വ്യഭിചാരത്തിലേർപ്പെട്ടു. അവിടെ വച്ച് അവരുടെ പയോദരങ്ങൾ അമർത്തിപ്പെട്ടു. കന്യകകളായിരുന്ന അവരുടെ മാറിടം സ്പർശിക്കപ്പെട്ടു. മൂത്തവളുടെ പേര് ഒഹേല എന്നും ഇളയവളുടെ പേര് ഒഹോലിബ എന്നും ആയിരുന്നു. അവർ എൻ്റേതായി. അവർക്ക് പുത്രിമാരും പുത്രന്മാരും ജനിച്ചു. അവരിൽ ഒഹേല സമരിയായെയും ഒഹേലിബ ജെറുസലേമിനെയും സൂചിപ്പിക്കുന്നു. ഒഹേല എൻ്റേതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു. അവൾ അസ്രിയാക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു. നീലവസ്ത്രധാരികളായ യോദ്ധാക്കളും ദേശാധിപതികളും സേനാപതികളും ആയ അവർ അഭികാമ്യരും അശ്വാരൂഢരുമായ യുവാക്കന്മാരായിരുന്നു. അസ്രിയായിലെ പ്രഭുക്കന്മാരായ അവരോടുകൂടെ അവൾ ശയിച്ചു. താൻ മോഹിച്ച എല്ലാവരുടെയും ബിംബങ്ങളാൽ അവൾ തന്നെ മലിനയാക്കി. ഈജിപ്തിൽ വച്ച് പരിശീലിച്ച വ്യഭിചാരവൃത്തി അവൾ ഉപേക്ഷിച്ചില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോടൊപ്പം ശയിച്ചു. കന്യകയായ അവളുടെ പയോദരങ്ങൾ അമർത്തി. അവർ തങ്ങളുടെ വിഷയാസക്തി അവളിൽ ചൊരിഞ്ഞു. ആകയാൽ അവൾ അത്യന്തം മോഹിച്ച അവളുടെ കാമുകന്മാരായ അസ്രിയാക്കാരുടെ കരങ്ങളിൽ അവളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവളുടെ നഗ്നത അനാവരണം ചെയ്തു. അവർ അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചെടുക്കുകയും അവളെ വാളിനിരയാക്കുകയും ചെയ്തു. ന്യായവിധി അവളുടെ മേൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പഴമൊഴിയായി മാറി. അവളുടെ സഹോദരി ഒഹേലിബ ഇത് കണ്ടു. എന്നിട്ടും വിഷയാസക്തിയിലും വ്യഭിചാരത്തിലും തൻ്റെ സഹോദരിയേക്കാൾ വഷളായിരുന്നു അവൾ. അസ്രിയാക്കാരായ അവളും അത്യന്തം മോഹിച്ചു. സ്ഥാനപതികൾ, സേനാപതികൾ, പടക്കോപ്പണിഞ്ഞ യോദ്ധാക്കൾ, അശ്വാരൂഢരായ യോദ്ധാക്കൾ എന്നിങ്ങനെ ആരും ആഗ്രഹിക്കുന്ന യുവത്തിടമ്പുകളെ അവളും മോഹിച്ചു. അവൾ അശുദ്ധയായി എന്ന് ഞാൻ കണ്ടു. അവർ ഇരുവരും ഒരേ മാർഗമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇവൾ തൻ്റെ വ്യഭിചാരവൃത്തി ഒന്നുകൂടി വിപുലമാക്കി. ചുവരുകളിൽ സിന്ദൂരം കൊണ്ട് വരച്ച കൽദായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ അവൾ കണ്ടു. അരപ്പട്ട കൊണ്ട് അരമുറുക്കി തലയിൽ വർണ്ണശമ്പളമായ തലപ്പാവു ചുറ്റി കൽദായ നാട്ടിൽ ജനിച്ച ബാബിലോണിയക്കാരെ പോലെ കാണപ്പെടുന്ന വീരന്മാരുടെ ചിത്രങ്ങൾ. അവ കണ്ടപ്പോൾ തന്നെ അവൾ അത്യന്തം അവരെ മോഹിച്ചു. അവൾ കൽദായയിൽ അവരുടെ സമീപത്തേക്ക് ദൂതന്മാരെ അയച്ചു. അവളോടൊത്ത് ശയിക്കാൻ ബാബിലോണിയക്കാർ വന്നു. അവർ അവളെ വിഷയാസക്തി കൊണ്ട് മലിനയാക്കി. അതിനുശേഷം അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. അവൾ പരസ്യമായി വ്യഭിചാരം ചെയ്യുകയും നഗ്നത തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവളുടെ സഹോദരിയോടെന്ന പോലെ അവളോടും എനിക്ക് വെറുപ്പായി. എന്നിട്ടും ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തിയ യൗവനകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾ കൂടുതൽ വ്യഭിചരിച്ചു. കഴുതകളുടേതുപോലെയുള്ള ലിംഗവും കുതിരകളുടേതുപോലെയുള്ള ബീജസ്രവണവുമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു. ഈജിപ്തുകാർ മാറിടത്തിൽ അമർത്തുകയും ഇളം സ്ഥലങ്ങളെ ലാളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയലമ്പടത്വം നീ കൊതിച്ചു. അതിനാൽ ഒഹേലിബ, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ വെറുത്ത നിന്റെ കാമുകന്മാരെ ഞാൻ നിനക്കെതിരായി ഇളക്കിവിടും. എല്ലാ വശങ്ങളിൽ നിന്ന് അവരെ ഞാൻ കൊണ്ടുവരും. ആരും കൊതിക്കുന്ന യുവാക്കളായ സ്ഥാനപതികളും സേനാനായകന്മാരും പ്രഭുക്കന്മാരും
അശ്വാരൂഢരുമായ ബാബിലോണിക്കാരെയും കൽദായരെയും പൊക്കോദ്, ഷോവ, കോവ എന്നീ ദേശക്കാരെയും എല്ലാ അസ്രിയക്കാരെയും ഞാൻ കൊണ്ടുവരും. അവർ ധാരാളം രഥങ്ങളോടും വാഹനങ്ങളോടും കാലാൾ പടയോടും കൂടെ വടക്കുനിന്ന് നിനക്കെതിരെ വരും. അവർ കവചവും പരിചയും പടത്തൊപ്പിയും ധരിച്ച് നിനക്കെതിരെ അണിനിരക്കും. ന്യായവിധി ഞാൻ അവരെ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായമനുസരിച്ച് നിന്നെ വിധിക്കും. ഞാൻ എൻ്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും. അവർ നിന്നോട് ക്രോധത്തോടെ വർത്തിക്കും. അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചു കളയും. നിന്നിൽ അവശേഷിക്കുന്നവർ വാളിന് ഇരയാകും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും. അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാക്കും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യ രത്നങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭോഗാസക്തിക്കും ഈജിപ്തിൽ വച്ച് നീ ശീലിച്ച വ്യഭിചാരവൃത്തിക്കും ഞാൻ അറുതി വരുത്തും. ഇനി നീ ഈജിപ്തുകാരുടെ നേരെ കണ്ണുതിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ, നീ മനം മടുത്ത് ഉപേക്ഷിച്ചവരുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും. അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും. നിന്റെ അധ്വാന ഫലം അവർ കൊള്ളയടിക്കും. നഗ്നയും അനാവൃതയുമായി നിന്നെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നിന്റെ വ്യഭിചാരവൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേശ്യാവൃത്തിയും അനാവൃതമാകും. നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യും. അവരുടെ വിഗ്രഹങ്ങളാൽ മലിനയാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാനിവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു. അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. അതിൽ വളരെയേറെ കുടിക്കാനുണ്ട്. ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന്, നിന്റെ സഹോദരിയായ സമരിയായുടെ പാനപാത്രത്തിൽ നിന്നും കുടിച്ച് ഉന്മത്തയും ദുഃഖവും കൊണ്ട് നീ നിറയും. നീ അത് കുടിച്ചു പറ്റിക്കും. പാത്രമുടച്ച് കഷ്ണങ്ങൾ കാർന്നു തിന്നും. നിന്റെ മാറിടം നീ പിച്ചി ചീന്തും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു. മനുഷ്യപുത്ര, ഒഹോലിയായെയും ഒഹോലിബായെയും നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നീ അവരുടെ മുമ്പിൽ തുറന്നു കാട്ടുക. അവർ വ്യഭിചാരം ചെയ്തു. അവരുടെ കരങ്ങൾ രക്തഭംഗിലമാണ്. അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എനിക്ക് അവരിൽ ജനിച്ച പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു. അതിനും പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു. അന്നു തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അത് മലിനപ്പെടുത്തി. ഇതാണ് അവർ എൻ്റെ ഭവനത്തിൽ ചെയ്തത്. കൂടാതെ വിദൂരത്തു നിന്ന് അവർ ദൂതനെ അയച്ച് പുരുഷന്മാരെ വരുത്തി. അവർക്ക് വേണ്ടി നീ കുളിച്ചു, കണ്ണെഴുതി, ആഭരണങ്ങൾ അണിഞ്ഞു. രാജകീയമായ ഒരു സപ്രമഞ്ചത്തിൽ നീ ഇരുന്നു. അതിനരികിൽ ഒരു മേശയൊരുക്കി എൻ്റെ സുഗന്ധവസ്തുക്കളും തൈലവും വെച്ചു. സുഖലോലുപരായ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. വിജനപ്രദേശത്തു നിന്ന് വരുത്തിയ മദ്യപന്മാരും സാധാരണക്കാരോട് ഒപ്പമുണ്ടായിരുന്നു. അവർ സ്ത്രീകളെ കൈകളിൽ വളയണിയിച്ച് ശിരസിൽ മനോഹരമായ കിരീടം ധരിപ്പിച്ചു. ഞാൻ ചിന്തിച്ചുപോയി, വ്യഭിചാരവൃത്തി കൊണ്ട് വൃത്തിയായ സ്ത്രീ, അവളുമായി അവർ പരസംഗത്തിൽ ഏർപ്പെടുമോ? എന്നാൽ ഒരു വേശ്യ എന്ന പോലെ അവളെ അവർ സമീപിച്ചു. ഇങ്ങനെ വ്യഭിചാരിണികളായ ഒഹേലയായെയും ഒഹേലിബായെയും അവർ സമീപിച്ചു. വേശ്യകളെയും രക്തം ചിന്തിയ സ്ത്രീകളെയും വിധിക്കുന്നത് പോലെ നീതിമാന്മാർ അവരെ വിധിക്കും. കാരണം അവർ വേശ്യകളാണ്, അവരുടെ കരം രക്തപങ്കിലവുമാണ്.
ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അവർക്കെതിരായി ഒരു സൈന്യത്തെ അണിനിരത്തുക. സംഭീതരാകാനും കൊള്ളയടിക്കാനും അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സൈന്യം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് ചീന്തിക്കളയുകയും ചെയ്യും. അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും. സ്ത്രീകൾ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിന്നെപ്പോലെ വിഷയാസക്തിക്ക് അധീനരാകാതിരിക്കാൻ ഞാൻ ദേശത്ത് വിഷയാസക്തിക്ക് അറുതി വരുത്തും. വിഷയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.